നമസ്കാരം. ഗ്ലെൻ തോമസ് പൗലിയും ഡെയറി എഡ്ജറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ലീ ഐസക്കും സംവിധാനം ചെയ്ത 2024 പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രമാണ് ട്വിസ്റ്റർ. ജോസഫ് കോസ്കി തിരക്കഥ എഴുതിയ ഈ കഥയിൽ ദുരന്ത നിവാരണ പശ്ചാത്തലങ്ങളുടെ പ്രധാന കാഴ്ചപ്പാടുകൾ വിവരിക്കുന്ന രംഗങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു. കെയ്റ്റ് എന്ന സുന്ദരിയും യുവത്വത്തിന്റെ ചുറുചുറുക്കും ജീവിത വീക്ഷണങ്ങളുമുള്ള പെൺകുട്ടിയുടെ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള ഗവേഷണ പരീക്ഷണ രംഗത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത്. ചുഴലിക്കാറ്റിന്റെ വേഗതയും അതിന്റെ നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ചും പരീക്ഷണം നടത്തിക്കൊണ്ടിടയിൽ പരാജയപ്പെടുകയും കെയ്റ്റിന്റെ പ്രിയ കൂട്ടുകാരെ നഷ്ടമാവുകയും ചെയ്യുന്നു. തുടർന്ന് അവൾ തന്റെ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുകയും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്ന കാര്യാലയത്തിൽ പുതിയ ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ കെയ്റ്റിന്റെ ഉറ്റ സുഹൃത്ത് ജേവിയെ കണ്ടുമുട്ടുകയും കഥയുടെ ദിശ തന്നെ മാറുകയും ചെയ്യുന്നു. ജേവിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അവൾ തന്റെ സുഹൃത്തിന്റെ പരീക്ഷണത്തെ സഹായിക്കുകയും അവിടെ വെച്ച് ടൈലർ എന്ന ഒരു യൂട്യൂബ് ബ്ലോഗറിനെ പരിചയപ്പെടുകയും ചെയ്യും. അവർ പരസ്പരം തമ്മിൽ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും കേറ്റിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് ടൈലർ അറിയുകയും ചെയ്യുന്നു. സിൽവർ അയോഡൈഡ് എന്ന രാസപദാർത്ഥം ഉപയോഗിച്ച് ചുഴലിക്കാറ്റിന്റെ ഉത്ഭവത്തിൽ മാറ്റം വരുത്തുകയും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു പരീക്ഷണ വിഷയം. ആദ്യ പരീക്ഷണത്തിൽ പഴയതുപോലെ തന്നെ പരാജയപ്പെടുകയും തുടർന്ന് വന്ന പരീക്ഷണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തപ്പോൾ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അങ്ങനെ അവരുടെ പരീക്ഷണം അംഗീകരിക്കുകയും ഒത്തിരി മനുഷ്യരെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ദുരന്ത നിവാരണത്തിൽ ഗവേഷണം നടത്തുന്നതിൻ്റെ പ്രാധാന്യത്തെ ട്വിസ്റ്റർ എന്ന ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾ സുനാമി, ഭൂചലനം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ് എന്നിങ്ങനെ തുടങ്ങി ഒത്തിരി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു എന്ന വസ്തുത ഇതിലൂടെ നാം മനസ്സിലാക്കുന്നു. തീവ്രത നിറഞ്ഞ ദുരന്ത നിമിഷങ്ങളിൽ മനുഷ്യരുടെ മനോഭാവവും അവരുടെ വികാരങ്ങളും ഈ ചലച്ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഒത്തിരി നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ ഇനിയും ഭാവിയിൽ ഉണ്ടാകാമെങ്കിലും അതിന് കാരണങ്ങൾ സൃഷ്ടിക്കാതെ ജീവിക്കാൻ മനുഷ്യർ പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ദുരന്ത ചലച്ചിത്രവുമായി വരുന്നതിന് നന്ദി.